ഫ്രണ്ട്സ്, ഇനി നമ്മൾ കാക്കക്ക് ഭക്ഷണം കൊടുക്കുക കേട്ടോ. അപ്പോൾ അവർ 3 പേരുണ്ട് കേട്ടോ, വയക്ക് കൂടണം കേട്ടോ. 2 പേര്. അപ്പോൾ അവർക്ക് ചെറുപയർ ചോറ കൊടുത്തുക്കട. കഴിച്ചോളി പോവല്ലേ. ഇത് നമ്മളെ വൈറ്റ് റോസ് മക്കളെ. ഞാൻ എന്താ കുഞ്ഞി റോസാട്ടാ. ഈ റോസ് പൂവിരിഞ്ഞ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാം. അവിടെയൊക്കെ ചെയ്യും. സജിത്താടെ വീട്ടിൽ നിന്ന് കൊടുത്ത വൈറ്റ് റോസ്. വേറെ എന്തൊക്കെയാ മക്കളെ വിശേഷം? സുഖമല്ല എല്ലാവർക്കും? ഭക്ഷണമൊക്കെ കഴിച്ചോ? റോഡൊക്കെ ഒന്ന് അടിച്ച് ഒരു വൃത്തിയൊക്കെ. വല്ലാതെ കരടില്ല കേട്ടോ, അതൊക്കെ വല്ലാതല്ല. ചെടികളിലൊക്കെ നല്ല പൂക്കൾ ഉണ്ടായിക്കണു. ചെറിയൊരു ചുള്ളി മൈലാഞ്ചി ഇവിടെ കുത്തിയിട്ടാണ്. ഒരു ചുള്ളി ഒരു പിഞ്ച് ചുള്ളിയ. അപ്പോൾ കാശിത്തുമ്പ എന്ന് വെച്ചാൽ റെഡ് കാശിത്തുമ്പയാണ്. ഭയങ്കര ഹൈറ്റ് കൂടിക്കണം മുപ്പരാൾ ഇവിടെയൊക്കെ. ഭയങ്കര ഹൈറ്റ് കൂടിക്കണത് നല്ല എനശ്യ പൊട്ടി ഉണ്ടാവും കേട്ടോ. പിന്നെ അത് കുഷിട്ട് അങ്ങനെ വരും. നല്ല അതിന് ഈ ഇലകളൊക്കെ അങ്ങനെ കട്ട് ചെയ്ത് മാറ്റി കൊടുക്കണം. എന്ന് വെച്ചാൽ മറ്റേ ഇലമൊക്കെ കൂടെ അത് അതിൻ്റെ അത് ബാധിക്കേണ്ട ആവശ്യം വിചാരിച്ചിട്ടാണ് നമ്മളത് കട്ട് ചെയ്ത് മാറ്റണം. ചെടീനൊക്കെ ഇഷ്ടപ്പെടാത്ത പോലെ ആരാ ഉള്ളത് അല്ലേ? ചെടി ഇഷ്ടപ്പെടാം. അതിന് കുട്ടികളെ നോക്കുമ്പോൾ ഇങ്ങനെ നോക്കണം, പരിപാലിച്ച് നിർത്തണം. അതിനുള്ള ആവശ്യമായ വെള്ളവും ഊർജവും കൊടുക്കണം. അങ്ങനെ പരിപാലിച്ച് കൊണ്ടുവരണം. ഒരു കുഞ്ഞിനെ എങ്ങനെ നോക്കുന്നു അതുപോലെ ചെടിനെ നോക്കണം. അതിനുള്ള വളവും കൊടുത്ത് അതിനെ സംരക്ഷിക്കുന്ന ഒരു കടമയായിരിക്കും. നല്ല പൂക്കളും കാഴികളും ഉണ്ടാക്കാനോ അതിന് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾ തന്നെയാണ് ഇതിനും ആഡ് ചെയ്യുന്നത്. അതിനുള്ള വെള്ളം തന്നെയാണ് ഇതിലും ആഡ് ചെയ്യണം കേട്ടോ. അപ്പോൾ നല്ല പൂവും കായൊക്കെ ഉണ്ടാവുന്നേ. അപ്പോൾ നമ്മൾ ഈ ഇലയിലെ ഓട്ട വന്ന ഇലയിലൊക്കെ ഒന്ന് പൊട്ടിച്ച് കൊടുത്ത് മാറ്റിയിരിക്കുകയാണ് കേട്ടോ. കേട് വന്ന ഇലകളൊക്കെ ഒന്ന് മാറ്റിയാൽ തന്നെ അപ്പോൾ നല്ല വൃത്തിയുള്ള ഇല അവിടെ നിൽക്കും ചെയ്യും. ഈ കേടുള്ള ഇല മാറും ചെയ്യും കേട്ടോ. ഞാൻ ഉഷക്കുട്ടി സ്റ്റാളിൽ നിന്ന് പച്ചക്കറി കൊടുത്തിട്ടുണ്ടോ. അതിനെതാ പയറൊക്കെ ഉണ്ടാവുന്നുണ്ട്. ഞാനവിടെ പാകിയിട്ട് ചാക്കിൽ പാകിയ കേട്ടോ. വല്യമ്മയാണ് ഇത് ഇവിടെ വന്ന് കുഴിച്ചിട്ടിട്ട്. എന്നിട്ട് ഞാൻ പയറൊക്കെ ഉണ്ടാവുന്നുണ്ട്. നല്ല പച്ച പയറാട്ടോ, നല്ല ഹൈറ്റിൽ ഉള്ള പയർ. ആൾ കരുത്തില്ലെങ്കിലും പയർ ഭയങ്കര തടിയില്ലാത്ത ഹൈറ്റ് പയറാട്ടോ. നല്ല പച്ചപ്പുള്ള പയറാണ്. എങ്ങനെയുണ്ട്? സൂപ്പറല്ലേ മക്കളെ? പയറൊക്കെ ഉണ്ടാവുന്നുണ്ട്. വല്യമ്മ പറിച്ചിടാന്നൊക്കെ പറഞ്ഞാൽ പറിച്ച് തുടരണ്ട. അതിനുള്ള വെള്ളം കൊടുത്താലും ഉണ്ടാവും, പൂവും കായൊക്കെ ഉണ്ടാവുന്നു. അതിനുള്ള വളം ചെയ്ത് വെജിറ്റബിൾ വളമാണ് കേട്ടോ. ആ ഒരു ബക്കറ്റിൽ ഞങ്ങൾ കാണിച്ചിട്ടില്ലേ, ഇത് ഓറഞ്ച് തോല്. അതുപോലെ എന്ന് വെച്ചാൽ ഓറഞ്ച് തോല്, അതുപോലെ എന്താ നമ്മൾ എല്ലാ പഴത്തിൻ്റെ തൊലി കൂടെ അതിൽ ശേഖരിച്ച് വെക്കുക. അല്പം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അതിങ്ങനെ വെള്ളം ഇങ്ങനെ വളമായിക്കൊണ്ടിരിക്കുന്നത്. പൊന്നുസലേ പയറ് ചോറ് കഴിക്കി. തല്ല് കൂടണ്ട കേട്ടോ, തല്ല് കൂടണ്ട. എൻ്റെ വിരുന്നുകാർ 2 ആളല്ല, ഒരുപാട് പേര് വന്നായിരുന്നു കേട്ടോ. വീഡിയോ എടുക്കാന്ന് കണ്ടാലേ ഓലങ്ങോട്ട് മാറിത്തരും. ഇന്നെടുക്കണ്ട എന്ന് പറഞ്ഞിട്ട് അവരല്ലേ. അവർക്ക് ഭക്ഷണം കൊടുക്കുന്ന രാവിലെ തന്നെ വന്ന്, അല്ലെങ്കിൽ പിന്നെ ഭയങ്കര ഭക്ഷണം ഉണ്ടാക്കും കേട്ടോ. ഭക്ഷണം കൊടുത്തിട്ടില്ലെങ്കിലേ ചിലമ വന്നിട്ട് ഭക്ഷണം ഉണ്ടാക്കും. അതാ അവിടെ ഇരിക്കുന്നു. ഓ കോ 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 കോ. അപ്പം നമ്മൾ അങ്ങനെ കയറി വരിക കേട്ടോ. വല്ലാതെ അടിക്കാനൊന്നുമില്ല, പല്ല് വേനുണ്ട് ഈ അപ്പം ഞാൻ എപ്പോഴും മുഖം കാണിക്കണേ. എനിക്ക് നൈറ്റ് ഇടാൻ എൻ്റെ വീട്ടിൽ. അപ്പോൾ എനിക്ക് എപ്പോഴും വിയർത്തുകൊണ്ടായിരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് മുഖം കാണാൻ
വല്ലാതെ ആഗ്രഹമില്ല. ഇതാ മക്കളെ നമ്മളെ അമര വിളവെടുക്കാനായിരിക്കുകയാണടാ. ഒരു മീഡിയം സൈസില്ല അമര. നമുക്ക് വിളവെടുത്താലോ? ഓക്കേ. ഇത് നമ്മൾ കുറ്റി ഇത് കുറ്റിയായിട്ട് ഉണ്ടായിരിക്കുന്നുട്ടാ. നമുക്ക് വിളവെടുക്കട്ടാ. വിളവെടുക്കുന്നേ നമ്മൾ നാച്ചുറൽ പച്ചക്കറി അമരയാണ് കേട്ടാ. മീഡിയം സൈസിലാകുമ്പോൾ തന്നെ നമുക്ക് ഒരു കൂട്ടാൻ വയ്ക്കാനൊക്കെ ഉണ്ടെന്നേ. ഇതൊക്കെ മതി. നാച്ചുറൽ പച്ചക്കറിയാണ് കേട്ടോ. ഒരു ജൈവവളം മാത്രം യൂസ് ചെയ്ത പച്ചക്കറി തോട്ടത്തിൽ നിന്ന് പച്ചക്കറി പഠിക്കുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ മക്കളെ. നമ്മളെ വീട്ടുമുറ്റത്തിൽ നിന്നുണ്ടായ പച്ചക്കറി കഴിക്കാനും ഭയങ്കര ഹെൽത്താണ്. ഒരു വിഷാംശങ്ങളും ഒരു സൈഡ് ഫിറ്റുകളും അടങ്ങാത്ത പച്ചക്കറിയാണ് കേട്ടോ. ഒരു വെജിറ്റബിൾ മാത്രം ആഡ് ചെയ്തിട്ടുണ്ടാക്കിയ പച്ചക്കറിയിൽ നിന്ന് കിട്ടിയ അമരയാണിത് കേട്ടോ. ഇത് പുണ്ണിന് വരെ വയറ്റിൽ എന്തെങ്കിലും പുണ്ണുണ്ടെങ്കിൽ ഈ അമരന് അതിന് സാധിക്കാൻ കഴിയും കേട്ടോ. അപ്പോൾ പുണ്ണുള്ളവരൊക്കെ അമര കഴിച്ചോളി, ധാരാളം പുണ്ണ് പോവും. അതുപോലെ പിന്നെ നമ്മളെ പനിക്കൂർക്ക. ഇതാണ് എൻ്റെ പച്ചക്കറി തോട്ടത്തിൽ നിന്ന് കിട്ടിയ അമര. നിങ്ങൾ കണ്ടില്ലപ്പോൾ? ഇനി 30 രൂപ പിന്നെ ഒന്നിനും പറ്റില്ല. അതാണ് കൊച്ചാണിമ്മ. ഇത് നമ്മളെ ചോളോന്. അങ്ങനെ പറയല്ലേ, ഉണ്ടാവൂലെന്ന് പറയരുത്. അതുണ്ടാവും. അതുണ്ടായിട്ടേ അപ്പോൾ മക്കളെ ഇത് കുറച്ചും കൂടെ വലിപ്പം വെച്ചിട്ടുണ്ടാ. അന്നിൽ കുറച്ച് എന്നാലും നമ്മൾ ഉണ്ടായത് തിന്നിട്ടാ. പക്ഷെ അത് ഏതാണ് ചോളോന്നറിയാം. പിന്നെ നമ്മളെ ഇപ്പോഴത്തെ സോഫ്റ്റ് ചോളോനോ, അല്ല ടൈറ്റ് ഇല്ലാത്തത്. ഇപ്പോഴത്തെ സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ അതേത് ചോളോന്നാണ് എനിക്കറിയില്ല. ചോളോനിങ്ങനെ കുഴച്ചിരിക്കില്ല. വലിയ അങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് മനുഷ്യരെ ഇറിറ്റേഷൻ ചെയ്യാണ്. ഉണ്ടാവില്ല ഒരു കാര്യം ഉണ്ടാവാൻ വേണ്ടി കുഴിച്ചിട്ട് ഉണ്ടാവില്ല എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ തന്നെ വെല്ലുമീൻ ഞാനും കൂടെയുള്ള ഏറ്റുമുട്ടൽ. പൊന്നു മക്കളെ, റോസ് കണ്ടില്ല നിങ്ങൾ? ഇതൊക്കെ ഞാൻ പുത്തനത്താണിന്നും താനൂരിന്നും ഹോം നേഴ്സ് ജോലിക്ക് പോയപ്പോൾ അവിടെ നിന്നൊക്കെ കൊണ്ടുവരണം കേട്ടോ. അവനൊക്കെ ഭയങ്കര ചെടിയുടെ പ്രേമികളാണ്. ചെടിക്ക് ആരോടാ പ്രേമമില്ലാത്തത്? ചെടി പ്രേമികളോട് നിന്ന് കൊണ്ടുവരണതാണ് ഇതൊക്കെ. പുത്തനത്താണി, അത് പടിഞ്ഞാറങ്ങാടി ഓരോ സ്ഥലത്തേക്കും പോയിക്കണം മക്കളെ. ഇപ്പോഴല്ലേ വലിയ ആൾക്കാരായത്. എന്നാലും ഇച്ചിപ്പോൾ അതിൻ്റെ ഡിമാൻഡും കമ്മൊന്നുമില്ല. ഞാൻ സെലിബ്രിറ്റിയാന്ന് പോലും എനിക്ക് യാതൊരു ചിന്തയില്ലാതെ ഞാൻ നടക്കുന്നത്. എല്ലാവരും വിചാരിക്കും എനിക്ക് ഡിമാൻഡോ. ഞാൻ ഡിമാൻഡ് നടക്കുന്ന ആളല്ല കുട്ടികളെ. ഞാൻ നേരെ വാ ഒരു പാതയിൽ നടക്കണടാ. പക്ഷെ ആൾക്കാരെ വിചാരിപ്പോൾ എന്താ, ഇപ്പോൾ വലിയ കോടീശ്വരിയാണെന്നുള്ള വെപ്പിലാണ്. എനിക്ക് ആ ഒരു മോഹമൊന്നുമില്ല. ഞാൻ എങ്ങനെ ആദ്യം മുതലുള്ളോ അതുപോലെ തന്നെ ഒരു മാറ്റവും ഉണ്ടാവില്ല. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഓൾക്ക് ഡിമാൻഡ് കൂടി. പക്ഷെ ഞാനിപ്പോൾ ആരോടും മുണ്ടാറില്ല. എന്താണെന്ന് വെച്ചാൽ എൻ്റേതായിട്ട് ഇങ്ങനെ പോവുകയാണ്. അതിലിപ്പോൾ ആരൊക്കെ ഉള്ളത് ആരൊക്കെ ഇല്ലാത്തതെന്ന് പോലും എനിക്കറിയാൻ പറ്റുന്നില്ല. ഇതാണ് മക്കളെ മധുര തുളസി, ഇരട്ടി മധുരമുള്ള തുളസി. ഇത് നമ്മളെ സജിത്താടെ വീട്ടിൽ നിന്ന് കൊടുക്കുന്ന കേട്ടാ. തലക്കുനി എന്താണ്, നരിക്കുനി. തലക്കുനി അല്ല, സോറി നരിക്കുനി. ഇതാണ് മക്കളെ ഈ തുളസി മധുര, ഇലത്തി മധുരം. ഇതാണ് നമ്മളെ യുക്കാലിപ്സ് അല്ല, വിക്സ് തുളസി. ഇത് ഈ ഒരു തുളസി മാത്രം മതി. ഒരു വിക്സ് ബാമൊന്നും വേണ്ട. ഇത് പാമ്പുണ്ടാക്കുന്ന തുളസിയാണ് കേട്ടോ. അപ്പോൾ നമ്മളിതൊന്ന് നെറ്റിയിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ ഭയങ്കര യൂസ്ഫുള്ളായിരിക്കും കേട്ടോ. ഭയങ്കര ഇതാണ്. ഗ്യാസുള്ള ജലദോഷമൊക്കെ വരുമ്പോൾ ഒരു ഇല കൂട്ടിയിട്ട് നമ്മൾ മുക്കത്തിൻ്റെ അവിടെ വെച്ച് കൊടുത്താൽ ഭയങ്കര ആശ്വാസമായിരിക്കും കേട്ടോ. ഭയങ്കര എനർജിക്കായിട്ടും ഭയങ്കര യൂസ്ഫുള്ളായി കുഞ്ഞി ഇലയുള്ള ഈ പിന്നെ വിക്സ് തുളസിയും ഇരട്ടി മധുരം തുളസിയും. ഇതാണെങ്കിൽ കഴിച്ചാൽ എന്തൊരു മധുരമാണെന്നറിയോ. നമ്മൾ ഇരട്ടി മധുരം കഴിച്ചിട്ടുള്ളവർക്ക് മനസ്സിലാവും. അപ്പോൾ അതിൻ്റെ ഇല ഒന്ന് രാവിലെ കഴിക്കണം നല്ല കേട്ടോ. അത് ഇരട്ടി മധുരം കഴിക്കണ പോലെ തന്നെ. അപ്പോൾ നമ്മളെ പൂന്തോട്ടങ്ങളും കാഴ്ചകളൊക്കെ കണ്ടല്ലോ എല്ലാവരും. ഇഷ്ടപ്പെട്ടല്ലോ. കാക്കയ്ക്ക് തീറ്റയും കൊടുത്തു.
എന്തെങ്കിലും ഒരു വീഡിയോ വേണ്ട മക്കളെ. പച്ചക്കറി തോട്ടമായാലും ടൊമാറ്റോ തോട്ടം ടൊമാറ്റോയിൽ അങ്ങനെ വളർത്ത് വലുതാണ്ട് കേട്ടോ. ഇതിനൊക്കെ ആറ്റം പോസിട്ട് അധികം പഠിച്ച് വളരും. പക്ഷെ അതൊക്കെ വിഷാംശങ്ങൾ അടങ്ങിയ പച്ചക്കറിക്ക് പറ്റില്ലല്ലോ. നമ്മളെ ശരീരത്തിനത് ഹാനികരമാണ്. അതുകൊണ്ട് തന്നെ അത് സ്കിപ്പ് ചെയ്യുന്നത്. അല്ലാതെ ഇപ്പം എന്താ ചെയ്യുക? പപ്പായ ഒക്കെ ഉടഞ്ഞിരിക്കുക. അതിന് വാട് വെള്ളമില്ലായിട്ട് നാളെ തന്നെ ഉണങ്ങണ കോലല്ലേ. പിന്നെ പപ്പായത്തിന് കാര്യം പറയണ്ട പൊന്നു മക്കളെ. അത് വെട്ടി അതിനെ വൈക്കാക്കിക്കണേ. നീലാംബരി ആണെങ്കിലോ മുടിക്ക് ഹെൽത്തായിട്ട് നിൽക്കാനും പറ്റുന്ന കറുപ്പ് തരുന്നതാണ് നീലാംബരി. നീലാംബരിയുടെ തണ്ടും വിലയും നല്ല കിളിപ്പച്ചായിരിക്കണം. നല്ല കിളിത്ത് വന്നിരിക്കണം അല്ലേ. നല്ല ഉഷാറായിരിക്കണം. ചിരട്ട ഫ്ലവർ ഉണ്ടാക്കിയതാണ് കേട്ടോ. കഴിഞ്ഞ കൊല്ലം അത് പെയിൻ്റ് അടിച്ച് കൊടുക്കണം. ചിരട്ട വെച്ച് ഫ്ലവർ ഉണ്ടാക്കി. അത് വല്യമ്മ ഇവിടെ കെട്ടി വെച്ചിരിക്കണം. അതൊക്കെ ഈ കെട്ടയച്ച് വല്യമ്മ എന്താ വെച്ചിട്ടാ ഇവിടെ പടുക്കാനൊക്കെ വല്യമ്മക്ക് അറിയും. ഒക്കെ പടുത്തിട്ട് അവിടെ അതിൻ്റെ മുകളിൽ തിണ്ടിൻ്റെ മുകളിൽ കഴിച്ചിരിക്കാൻ ചെടിച്ചട്ടി മൊത്തം കേട്ടോ. അതാണ് ഓരോ ചെടിച്ചട്ടികളും. ഇത് ഒരു ചട്ടി 100 ഉറുപ്പ്യക്ക് 5 ചെടിച്ചട്ടി കിട്ടിയതാണ്. അങ്ങനെയുള്ള ഒഴിച്ചാണ് കേട്ടോ. നമ്മളെ 10 ഉറുപ്പ്യ കട ബൈപ്പാസ് കടയിൽ തന്നെ, ബൈപ്പാസ് റോഡിലുള്ള കട കേട്ടോ. അത് എല്ലാ 10 ഉറുപ്പ്യ കട ഉണ്ടായിട്ട് അത് വന്നിട്ടാണ് എല്ലാത്തും പിന്നെ വന്നത്. അപ്പോൾ 5 ചട്ടിക്ക് 100 രൂപ. പിന്നെ വലിയ ചട്ടിക്ക് 3 എണ്ണത്തിന് 100 രൂപ. അങ്ങനെയുള്ളതൊക്കെ ഉണ്ട് കേട്ടോ. ഏത് വില ഒരു വീട്ടിലേക്കുള്ള എല്ലാ സാധനങ്ങളും പെരിന്തൽമണ്ണ അതിൽ പോയാൽ കിട്ടും. എന്താണ് വിലക്കുറവ് വേണം. ഇത് നമ്മളെ ഉണ്ടക്കാന്താരി കണ്ടില്ലേ നിങ്ങൾ? ഈ രാവിലെ തന്നെ എന്തിനാ താത്ത എന്നും ഈ പച്ചക്കറി കാണിക്കുന്നത് ഓർപ്പ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. പക്ഷേ എനിക്കത് ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ്. എൻ്റെ പച്ചക്കറി തോട്ടത്തിലിങ്ങനെ വീഡിയോ എടുക്കുന്നതും നിങ്ങളോർക്ക് കാണിക്കുന്നതും അത് ഭയങ്കര ഒരു ഇൻട്രസ്റ്റാണ് എനിക്ക്. രാവിലെ തന്നെ പൂക്കളൊന്ന് തലോടി ഉണർത്തുന്ന ഒരു സ്വഭാവമാണ് എൻ്റെത്. അങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു സ്റ്റൈല്. നിങ്ങൾ വിചാരിച്ച സെലൂക്കിഷൻ വളപുരം എന്താ എന്നും ഈ പച്ചക്കറി തോട്ടം കാണിക്കണമെന്ന് വിചാരിക്കല്ലേ. അപ്പോൾ ഞാൻ വളമെടുത്തതൊക്കെ കാണിക്കേണ്ടിയിരിക്കും. ഞാൻ നട്ട് പിടിപ്പിച്ച അമരം വന്ന് അമരുണ്ടാകുമ്പോൾ എത്ര ഇൻട്രസ്റ്റോടെ കഴിച്ച് നമ്മൾ എത്ര മനോഹരമായി കുഴിച്ചിട്ടായാലും നമുക്കതൊരു മനോഹര കാഴ്ചയാണ്. ഈ പൂവ് കണ്ടില്ല, ഈ പൂവിലൊക്കെ എന്ത് രസമാണ് കാണാനല്ലേ. തൊട്ട് തലോടെത്തി എൻ്റെ പൊന്നു മോളേ തരട്ട്. ഇങ്ങനത്തെ കാശിത്തുമ്പങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇളം വയലറ്റ് കാശിത്തുമ്പ നല്ല മനോഹരമായ ഉണ്ടപ്പൂവല്ലേ. ഇതിൽ വൈറ്റ് വരുന്നുണ്ട്, റെഡ് വരുന്നുണ്ട്. അതാണ് ഈ റെഡ്. ഇതാ റെഡ് എന്ന് പറഞ്ഞാൽ ഒരു ചുവപ്പുള്ള കാശിത്തുമ്പേനെ കാണുന്നുണ്ടോ മക്കളെ? എന്ത് രസമല്ലേ കാണാൻ. അതിമനോഹരമായ കാഴ്ചകളൊക്കെ ഇങ്ങനെ പൂതണം. ഞങ്ങൾ വയനാട് ഫ്ലവർ ഷോ കാണാൻ പോയിട്ടോ. മക്കളെ അവിടെ തിരക്കി. എൻ്റെ ആരാധകന്മാരോട് നിറഞ്ഞ്. പക്ഷെ വീഡിയോ എടുക്കാൻ അയക്കണില്ല. അവരെല്ലാവരും ഫ്ലവർ ഷോ കാണാൻ വന്നിട്ട് ഞാൻ അയക്കുമല്ലേ ഫ്ലവർ ഷോ പറഞ്ഞ ആൾക്കാരാണ്. എന്നിട്ട് ഇന്നെ സമ്മതിക്കണില്ല. ഞാൻ എവിടെ ചെന്ന ആൾക്കാരും ആരാധകന്മാർ പറഞ്ഞ് പലപ്പോൾ സിനിമ നടനാ വിചാരിച്ചു ഞാൻ. അത്രയ്ക്ക് ആരാധകന്മാരാണ് എനിക്ക്. എവിടുന്നാ അപ്പോൾ അതൊക്കെ പാടെ വന്നതെന്നറിയില്ല. ഈ പൂക്കൾ നല്ല രസമുണ്ടല്ലേ കാണാൻ. നല്ല റെഡ് കളർ പൂക്കൾ, അതിമനോഹരമായ പൂക്കൾ തൊട്ട് തലോടി ഉണർത്തുന്നു. ചെറിയ വരുന്നുണ്ട്. ഇത് നമ്മളെ കോഴിച്ചൂട്ട വല്ല പൂച്ചെണ്ടിൻ്റെ മാതിരി ആവണതാണ്. പക്ഷേ ഇപ്രാവശ്യം ഇത് ചെടിച്ചട്ടി കുഴിച്ചിട്ടുകൊണ്ടാണ് മൂപ്പരാളിങ്ങനെ കോല് പോലെ ആയിട്ട് നിൽക്കുന്നത്. മറ്റേ കോഴിച്ചൂട്ടെന്ന് പറഞ്ഞാൽ കോഴിയുടെ എന്താ പറയുക, ചൂട്ടുണ്ടാവുമല്ലോ, കോഴിയുടെ തലമുള്ള ചൂട്ടുണ്ടാവില്ല. അതുപോലെ ഇങ്ങനെ ഭംഗിയായിട്ട് പൂച്ചെണ്ട് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പൂച്ചെണ്ട് പോലെ നിൽക്കുക കേട്ടോ. അങ്ങനെ മക്കളെ എന്ത് രസമാണ്. എനിക്ക് ഇപ്പോൾ അധികം മനോഹരമായിട്ടുള്ള ഈ ചെടി ഏതാണെന്നറിയോ? ഈ പൂച്ചെടിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ആ റെഡ് കളറും ആ ഒരു ഓറഞ്ച് മഞ്ഞയും കൂടെ ആകുമ്പോൾ അതിമനോഹരമായ പൂക്കളം തന്നെ അല്ലേ. കാണാനെന്ത് ഭംഗിയല്ലേ മക്കളെ.
എല്ലാവരും പറയാത്ര സങ്കടം മാറാൻ ഞാനൊരു ഓപ്ഷനാണ്. പക്ഷേ നിങ്ങളെ സങ്കടം മാറ്റാനല്ല, എൻ്റെ സങ്കടം, എൻ്റെ വിഷമം, എൻ്റെ ഒരു വട്ടച്ചെലവായിട്ടാണ് ഞാൻ കണ്ടേക്കണത്. എനിക്ക് കോമാളി വേഷം കെട്ടേണ്ട റീച്ച് ഉണ്ടാക്കിയിട്ട് കാര്യമില്ല മക്കളെ. എൻ്റെ വയറ് വിശക്കണീനാണ് ഞാനിപ്പോൾ ഈ ഒരു വരുമാനത്തിലാണ് ഞാൻ ജീവിക്കുന്നത്, പ്രമോഷനായിട്ട് അങ്ങനെ മുന്നോട്ട് പോണത്. പക്ഷേ നിങ്ങൾ വിചാരിക്കും ഞാനൊരു കോമാളി വേഷം കെട്ടിയിട്ട് ആടുകയെന്ന് നിങ്ങൾ വിചാരിക്കരുത്. എൻ്റെ വരുമാന മാർഗ്ഗമാണ് ഞാൻ ഈ കണ്ടെത്തുന്നത്. എത്ര റിസ്ക് എടുത്താലും ഒരു യൂട്യൂബ് ചാനൽ കൊണ്ടുനടക്കാൻ എത്രമാത്രം പ്രയാസമുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവാത്ത കാര്യങ്ങളാണ്. പക്ഷേ ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാക്കി കെട്ടിപ്പൊന്നിച്ച ചാനലായിരുന്നു. അതെൻ്റെ കയ്യപ്പത്തിൽ അത് അത് ഞാൻ ഫോട്ടോ സ്റ്റിക്കറാക്കിയപ്പോൾ എന്തോ കൈ എവിടെ പിടിച്ച് നെക്കിയിട്ട് അത് ഇമെയിലേടെ പോയി ക്ലിക്ക് ചെയ്തിക്കണം. അങ്ങനെ ഡിലീറ്റ് ഇതാക്കിയ പലവരും ഷാനുവിനെ കുറ്റപ്പെടുത്തിയിട്ട് കുറേ വീഡിയോസൊക്കെ ചെയ്തിട്ടായിരുന്നു. ഷാനു നിരപരാധിയായിരുന്നു. പക്ഷേ ഞാനിപ്പോൾ പറയണത് എന്താ അറിയോ, എൻ്റെ കൈ കെട്ടിയിട്ട് എൻ്റെ ശ്രദ്ധക്കുറവുകൊണ്ട് പോയ ചാനലിൽ മറ്റാളെയും പരിചയിക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. അത് വിമർശിക്കേണ്ട ഒരു കാര്യം നിങ്ങൾക്കില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളിത് അവസാനിപ്പിക്കണം. എന്ന് വെച്ചാൽ എനിക്കത് കേൾക്കണത് ദേഷ്യമാണ്. അപ്പോൾ അതിന് വെള്ളം കൊടുക്കായിട്ട് അത് വാടിക്കൊളിച്ചിക്കണേ. അത്രയ്ക്കുള്ള ഗൗരവമുള്ള വെയിലല്ല പറ്റു മക്കളെ. അതുകൊണ്ട് തന്നെ വിറ്റുങ്ങൾ ആകെ വാടിക്കണം. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇത് നെടി കുത്തിയതാണ് കപ്പട്ട. അത് ചിലപ്പോൾ നമ്മൾ കുഴിച്ചിട്ട് അത്രയും ഉണ്ടാവില്ല. അതങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പറിച്ചാൽ ചിലപ്പം കഴമ്പൊക്കെ ഉണ്ടാവുന്നേ. അങ്ങനെയൊക്കെ കാലങ്ങൾ ഇങ്ങനെ പോവുകയാണ്. ഓരോരുത്തരെ കമൻറ്റ് വായിച്ച് ഞാൻ തോറ്റു പോയിരിക്കുകയാണ്. അമ്മാതിരി തെറിയാണ് അവർ വിളിക്കുന്നത്. ഒരു നല്ല കാര്യം ചെയ്താലും അതിന് കൊട്ടിക്കൊശിക്കാൻ കുറച്ച് ആൾക്കാരുണ്ടാവും. ഇതാ വെണ്ടക്ക ചെടി. വെണ്ടക്കയുടെ ഇല ആയിട്ട് നിൽക്കുന്ന ചെടിയാണ് കേട്ടോ. അത് വെണ്ടച്ചെടി. നമ്മളെ പുതിന ചപ്പാണ് കേട്ടോ. ഇങ്ങനെയുണ്ട്. മല്ലിച്ചപ്പ് നമ്മൾ വിത്ത് പാകിയിട്ടുണ്ടാക്കിയതാണ്. അതൊക്കെ പറിച്ച് കഴിഞ്ഞ് തിന്ന് കഴിഞ്ഞ് ബാക്കിയുള്ള തന്നെയാണ്. ഇനി നമ്മൾക്ക് ഒരു ബിരിയാണി വെക്കുകയെന്ന് വെച്ചാൽ നമുക്ക് കടയിൽ നിന്ന് പോലെ വിഷാംശം ഒന്നും മേടിച്ച് കഴിക്കേണ്ട ആവശ്യമില്ല. നാച്ചുറലായിട്ട് നമ്മളെ വീട്ടിൽ പ്രിപ്പയർ ചെയ്യുണ്ടാക്കുന്നതാണ് കേട്ടോ. ഈ ഒരു മല്ലിച്ചപ്പിനും ആ ഒരു മല്ലിച്ചപ്പിനും ഫ്ലേവർ വേറായിരിക്കും. പക്ഷെ അത് വിഷാംശം അടങ്ങിയതാണ്. ഇതിനൊരു സൈഡ് എഫക്റ്റും ഇല്ല. ഇത് നാച്ചുറൽ പുതിന. ഇത് കഴിക്കാനും നമുക്ക് ഗുണകരമായ, ശരീരത്തിന് ഹാനികരമല്ല, നല്ല വിശ്വസിച്ച് കഴിക്കാൻ പറ്റുന്ന നാച്ചുറൽ പുതിന. അപ്പോൾ നമ്മൾ ഒരു പുതിന വെച്ചിട്ട് നമ്മൾ ഒരു ലെമൺ ജ്യൂസ് ഉണ്ടാക്കുകയാണെങ്കിൽ എന്ത് മനോഹരമായ ലെമൺ ജ്യൂസ്. ഇനിയിപ്പോൾ ഇങ്ങനെ വിത്ത് കൊണ്ട് 10 രൂപ മാത്രം കൊടുത്താൽ മതി. എത്ര മല്ലിച്ചപ്പ് നമ്മളെ വീട്ടിൽ, നമ്മളെ വീട്ടിൽ നിന്ന് നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന മല്ലി മുളക്കാറില്ല. അത് മുളച്ചത് ഇഷ്ടം. അത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയ മല്ലിപ്പൂ നമ്മൾ പൊടിപ്പിക്കാൻ വേണം. മല്ലിപ്പൂ മുളക്കൽ കുറച്ച് കുറവാണ്. വെള്ളത്തിൽ കുതിർത്തിയിട്ടൊക്കെ കാണാം ചിലർ കാട്ടുന്നത്. പക്ഷേ അതൊന്നും ഒരു യൂസ്ഫുള്ളായി കിട്ടിയില്ല. പക്ഷെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങണ മല്ലിയാണെങ്കിൽ കുറച്ച് ദിവസം കൊണ്ട് മുളക്കും. എന്താണ് എൻ്റെ പൊന്നു മോളെ, ഒന്ന് കണ്ണിമ്പിക്കാണി, ഒന്ന് മാവ് പറഞ്ഞാണി. വരി കാറ്റു യോ എൻ്റെ അനടി കുട്ടാ, ഒന്നും കിട്ടിയില്ലേ? ചൂരാപ്പി ഒന്നും തന്നില്ലേ? എൻ്റെ കുട്ടിക്ക് ചൂരാപ്പി ഒന്നും തന്നില്ലേ? അവിടെ മാമി ചോദിച്ചോ, മാങ്ങി തന്നോളി, മാമു തന്നോളി. പോയി. കാറ്റ് പൂച്ചയാണ്. കാറ്റിനെ ഇഷ്ടമില്ലാത്തവരാരാ? എല്ലാവരും ഒരുപോലെ സ്നേഹിക്കണം നമ്മൾ. ഒരാളെ വെറുപ്പിച്ച് വിടരുത് കേട്ടോ. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പൈസ ചെയ്യൂ. അസ്സലാമു അലൈക്കും.